ഒരു ഉദാഹരണം ഖുർആനിൽ നിന്ന് നമുക്കെടുക്കാം. ഈ അടുത്ത കാലം വരെ പരിശുദ്ധ ഖുർആനിലെ 86-ാം അധ്യായം സൂറത്തു താരീഖിലെ 7-ാമത്തെ വചനം, ആ വചനത്തെക്കുറിച്ച് വളരെ മോശമായ ആരോപണങ്ങളുമായി രംഗത്തുണ്ടായിരുന്നു ഇസ്ലാമിന്റെ വിമർശകന്മാർ. യഖ്റുജു മിൻ ബൈനി തുൽബി വതറായിബ്, ബീജത്തെ കുറിച്ച് പറയുമ്പോ ആ ബീജം, ആ മാഉൻ ദാഫിഖിനെ കുറിച്ച് പറയുമ്പോ, വിസർജിക്കപ്പെടുന്ന ജലത്തെ കുറിച്ച് പറയുമ്പോ അത് നട്ടെല്ലിനും വാരിയല്ലിനും ഇടയിൽ നിന്നാണ് പുറത്തു വരുന്നത് എന്ന് പറയുന്നു. ബീജം പുറത്തു വരുന്നത് അഥവാ ബീജത്തിന്റെ ഉൽപാദന കേന്ദ്രം വൃഷണമാണ് എന്നുള്ളതാണ് വസ്തുത. വൃഷണമാകട്ടെ ശരീരത്തിന് പുറത്തുള്ള ഒരു സഞ്ചിയിലാണുള്ളത്. ശരീരത്തിന്റെ ആ മൊത്തം ബോഡിക്ക് പുറത്തുള്ള ഒരു സഞ്ചിയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ മട്ടലിനും വാരിയലിനും ഇടയിൽ നിന്ന് പുറത്തു വരുന്നു എന്ന് പറയുന്നത് അശാസ്ത്രീയമാണ് എന്ന വാദം ഉണ്ടായിരുന്നു. ഈ മോറിസ് ബുക്കായി അല്ല അദ്ദേഹത്തിന്റെ ബൈബിൾ ഖുർആൻ സയൻസ് എഴുതിയപ്പോൾ ഈ വാദത്തിന് മറുപടി പറയാൻ കുറച്ച് പ്രയാസപ്പെടുന്നുണ്ട്. എന്നാൽ പുതിയ പഠനങ്ങൾ കാണിക്കുന്നത് വളരെ ശ്രദ്ധേയമായ ചില കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ വൃഷണത്തിൽ നിന്ന് അകത്ത് നിന്ന് നേർക്ക് നേരെയല്ല ബീജം പുറത്തു വരുന്നത്. വൃഷണത്തിനകത്ത് ബീജ അണുക്കൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ആ ബീജാണുക്കൾ സെമിനൽ വെസിക്കിളുകൾ എന്നറിയപ്പെടുന്ന ആ സെമിനൽ വെസിക്കിളിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. സെമിനൽ വെസിക്കിളിൽ വെച്ച് ബീജത്തോടൊപ്പമുള്ള നമ്മൾ വിസർജിക്കുന്ന ശുക്ലത്തിൽ ചെറിയൊരു ശതമാനം മാത്രമാണ് ബീജമുള്ളത്. ബാക്കിയെല്ലാം സ്രവങ്ങളാണ്, മറ്റ് ദ്രാവകങ്ങളാണ്. ആ ദ്രാവകങ്ങൾ മുഴുവനും വരുന്നത് സെമിനൽ വെസിക്കിളുകളിൽ നിന്നും മറ്റ് ചില ഗ്രന്ഥികളിൽ നിന്നുമാണ്. ഇവ ബീജവുമായി കൂടിയോജിച്ച് സെമിനൽ വെസിക്കിളുകളിൽ എത്തുന്നു ലിംഗോദ്ധാരണത്തിന് ഒരു പ്രത്യേക ഘട്ടത്തിൽ. എന്നിട്ട് സ്ഖലന സമയത്ത് ദ്രാവകം പുറത്തു വരുന്നത് ഈ സെമിനൽ വെസിക്കിളിൽ നിന്നാണ്. ഖുർആൻ പറയുന്നത് ബീജം പുറത്തു വരുന്നു എന്നല്ല, ദ്രാവകമാണ്, മാഉൻ ദാഫിഖാണ്. ആ മാഉൻ ദാഫിഖ് എവിടെ നിന്നാണ് പുറത്തു വരുന്നത്? സെമിനൽ വെസിക്കിളിൽ നിന്നാണ്. സെമിനൽ വെസിക്കിളിന്റെ സ്ഥാനം നിങ്ങൾക്ക് ഇപ്പോൾ ഇന്റർനെറ്റിൽ പോയി ഗൂഗിളിൽ സെർച്ചിൽ പോയിട്ട് ഇമേജസ് എടുത്തിട്ട് സെമിനൽ വെസിക്കിൾസ് എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് അതിന്റെ പിക്ചർ കറക്റ്റ് കിട്ടും. നട്ടെല്ലിനും വാരിയല്ലിനും ഇടയിലാണ്. വളരെ കറക്റ്റ്. ഞാൻ പറയുന്നത് ഇന്നലകളിൽ ഇത് എങ്ങനെയാണ് ബീജം ഉണ്ടാകുന്നത്? വൃഷണത്തിലാണല്ലോ, പിന്നെ എങ്ങനെയാണ് നട്ടെല്ലിനും വാരിയല്ലിനും ഇടയിൽ എന്ന് ആലോചിച്ച് ബേജാറാകായിരുന്നു. എന്നാൽ അപ്പോ നമ്മൾ അതിനനുസരിച്ച് വ്യാഖ്യാനിക്കാതെ പടച്ചവൻ പറഞ്ഞതിന്റെ പൊരുൾ നമുക്ക് പിന്നീട് പിടുത്തം കിട്ടാം എന്ന് വിചാരിക്കുന്നതാണ് ഒരു മുസ്ലിമിന്റെ രീതി. ഹദീസിന്റേതും ഇതാണ്. ഉദാഹരണത്തിന് നിങ്ങൾ നോക്കുക, 2-3 കൊല്ലം മുമ്പ് ഒരാളുമായി ഹദീസുമായുള്ള വിഷയത്തിൽ ഹദീസ് നിഷേധിയായ ഒരു മനുഷ്യൻ, അദ്ദേഹം ബുഖാരിയിലും മുസ്ലിമിലുമെല്ലാം ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ചില ഹദീസുകൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഈ ഹദീസുകൾ വലിച്ചെറിയേണ്ടേ, തോട്ടിലേക്ക് വലിച്ചെറിയേണ്ടതല്ലേ എന്നാണ്. എന്താ കാരണം? ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ, കുഞ്ഞിന് ബീജത്തിന് ആ ബീജവും അണ്ടവും കൂടി യോജിച്ച നുത്ഫക്ക് 40-നും 45-നും ഇടക്ക് ദിവസം പ്രായമായാൽ ഒരു മലക്ക് വരും. മലക്ക് ചോദിക്കും, കുട്ടി ആണോ പെണ്ണോ? അപ്പോൾ അള്ളാഹു മറുപടി പറയും. ആ മറുപടി മലക്ക് രേഖപ്പെടുത്തും. എന്നിട്ട് മലക്ക് പോകും. ഹദീസ് നിഷേധിയുടെ വർത്തമാനം എടുക്കാം. അയാൾ പറഞ്ഞത്, എന്തിനാണ് ഈ മലക്ക് വരുന്നത്? എന്തുകൊണ്ടെന്നാൽ ആദ്യ നുത്ഫയുണ്ടാകുന്ന സമയത്ത്, അഥവാ പുംബീജവും സ്ത്രീബീജവും കൂടിച്ചേർന്ന ആ നിമിഷത്തിൽ യഥാർത്ഥത്തിൽ കുഞ്ഞിന്റെ ലിംഗം നിർണയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ. നമ്മൾ പഠിച്ചിട്ടുള്ള സ്കൂളിലെല്ലാം പഠിച്ചിട്ടുള്ളതുണ്ട്. XX ക്രോമോസോമുകളാണ് പെൺബീജത്തിലുള്ളത്, XY ക്രോമോസോമുകളാണ് ആൺബീജത്തിലുള്ളത്. ആണിലെ എക്സും പെണ്ണിലെ എക്സും കൂടി ചേർന്ന് XX ആയാൽ കുട്ടി പെണ്ണാകും. ആണിലെ വൈയും പെണ്ണിലെ എക്സും കൂടി ചേർന്നാൽ കുട്ടി ആണാകും. XY ആകും, ആണാകും. അങ്ങനെ ഈ XX ആണോ XY ആണോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് ബീജസങ്കലനം നടക്കുന്ന ആദ്യത്തെ ദിവസമാണല്ലോ. പിന്നെ എന്തിനാ ഈ 40-ാമത്തെ ദിവസം മലക്കിന്റെ ഒരു വരവ്? ആദ്യത്തെ ദിവസം തന്നെ തീരുമാനിക്കപ്പെട്ട കാര്യല്ലേ? ഈ ഹദീസെല്ലാം കോട്ടക്ക് വലിച്ചെറിഞ്ഞൂടെ എന്നാ ചോദിച്ചത്. ആ സമയത്ത്
ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവ് വന്നിട്ടില്ല എന്നുള്ളതും നമുക്ക് കൂടുതൽ പഠിക്കേണ്ടതുണ്ട് എന്നും പറയുക മാത്രമേ നിർവാഹമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ അത്ഭുതകരം, ഈ രംഗത്തെ ചില പുതിയ പഠനങ്ങൾ അത്ഭുതകരമായ ചില സത്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. XY ക്രോമോസോം ഉള്ള ഒരു കുഞ്ഞ് യഥാർത്ഥത്തിൽ ആൺകുഞ്ഞാകേണ്ട കുഞ്ഞാണ്. ആ കുഞ്ഞിന്റെ Y ക്രോമോസോമിന്റെ തലയിൽ ഒരു ജീനുണ്ട്, SRY ജീൻ എന്നാണ് പേര്. ആ SRY ജീൻ ആക്ടിവേറ്റ് ആകുമ്പോൾ മാത്രമേ, SRY ജീന് പ്രവർത്തനക്ഷമമാകുമ്പോൾ മാത്രമേ ആ കുഞ്ഞ് ആൺകുഞ്ഞാകൂ. ആ SRY ജീന് പ്രവർത്തനക്ഷമമായിട്ടില്ലെങ്കിൽ ആ കുഞ്ഞ് പെൺകുഞ്ഞോ XY ക്രോമോസോം ഉള്ള പെൺകുഞ്ഞോ അതല്ലെങ്കിൽ നപുംസക ലിംഗത്തിൽപ്പെട്ടവനോ ആകും. ഈ Y ക്രോമോസോമിലുള്ള SRY ജീന് പ്രവർത്തനക്ഷമമാകുന്നത് ആറാമത്തെ ആഴ്ചയാണ്. ആറാമത്തെ ആഴ്ചയാണ്. 6 ഗുണിക്കണം 7 = 42. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 40നും 45നും ദിവസങ്ങൾക്കിടയിൽ എന്നാണ്. അന്ന് തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞ ഹദീസായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇന്ന് അത് പൊടി തട്ടി കുളിപ്പിച്ചെടുക്കേണ്ടി വരുമായിരുന്നു. യഥാർത്ഥത്തിൽ ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഇത് പുതിയ ഗവേഷണമാണ്, ഒരു 5-6 മാസമായിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ pbs.org എന്ന ശാസ്ത്രീയമായ പുതിയ പഠനങ്ങളെല്ലാം കിട്ടുന്ന വെബ്സൈറ്റ് ഉണ്ട്, pbs.org. ആ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് പിക്ചർ അടക്കം കിട്ടും. ആ പിക്ചറിൽ പ്രത്യേകത ഉണ്ട്. 1-ാമത്തെ ആഴ്ച, 2-ാമത്തെ ആഴ്ച, 3-ാമത്തെ ആഴ്ച കുഞ്ഞിന്റെ വളർച്ചയെ കുറിച്ചാണ്. 1-ാമത്തെ ആഴ്ച കാണും, 2-ാമത്തെ ആഴ്ച കാണും, 3-ാമത്തെ ആഴ്ച കാണും, 4-ാമത്തെ ആഴ്ച കാണും, 5-ാമത്തെ ആഴ്ച കാണും. 6-ാമത്തെ ആഴ്ച ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ കാണുക 2 കോൾ ഉണ്ടാകും, ഒന്ന് മെയിൽ ഒന്ന് ഫീമെയിൽ എന്നാണ്. 6-ാമത്തെ ആഴ്ച മുതൽക്ക് ആണും പെണ്ണും വേർതിരിയാൻ തുടങ്ങുന്നു എന്നർത്ഥം. അതുവരെ ഒരേപോലെയാണ്, ആണും പെണ്ണും ഒരേപോലെയാണ് വളരുന്നത്. 6-ാമത്തെ ആഴ്ചയിൽ Y ക്രോമോസോമിലുള്ള SRY ജീൻ ആക്ടിവേറ്റ് ആകുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ കുഞ്ഞിന്റെ ലിംഗനിർണയം നടക്കുന്നുള്ളൂ. ഈ ഹദീസ് നമ്മൾ വലിച്ചെറിയണമോ? അന്നത്തെ അറിവിന്റെ അടിസ്ഥാനത്തിൽ അതിനെ മോശമായി പറയണമോ? യഥാർത്ഥത്തിൽ ഹദീസുകളിൽ ഉണ്ട് എന്ന് പറയുന്ന, അശാസ്ത്രീയം എന്ന് പറയുന്ന പരാമർശങ്ങൾ ഈ രൂപത്തിലുള്ളതാകാം. ഏതായിരുന്നാലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആനിനെ പോലെ തന്നെ പ്രമാണമാണ് സ്വഹീഹായ ഹദീസുകളും. ഒരു കാരണവശാലും സ്വഹീഹായ ഒരു ഹദീസിനെ തള്ളാൻ മുസ്ലിമിന് നിർവാഹമില്ല എന്നുള്ളതാണ് വസ്തുത. അശാസ്ത്രീയം എന്ന് പറയുന്നത് ചിലപ്പോൾ പിന്നീട് ശാസ്ത്രീയമാണ് എന്ന് തെളിയിക്കപ്പെടാം. ഏതായിരുന്നാലും കേവല ശാസ്ത്രത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ ഹദീസുകളോ ആയത്തുകളോ തള്ളാൻ നിർവാഹമില്ല എന്നുള്ള വസ്തുതയാണ് ഇവ വ്യക്തമാക്കുന്നത്.